എടാ ഇന്ന് നിന്റെ ട്യൂഷൻ മാഷ് വരും, അതുകൊണ്ട് നീ കളിക്കാൻ പോണ്ട. എന്തിനാച്ചാ ഇതിന്റെ വലിയ ആവശ്യമുണ്ടോ? എന്റെ ആവശ്യം നിനക്ക് അനാവശ്യമായിരിക്കും. ഏതാ പുള്ളി? പുള്ളിയോ? അങ്ങനെയൊന്നും പറയാതടാ, എന്നെ പഠിപ്പിച്ച മാഷാ. ബെസ്റ്റ്. എന്നിട്ട് അച്ഛനെ പോലെ ആവാനാണോ? ഞാനില്ല. ദേ പറഞ്ഞു തീർന്നില്ല, മാഷ് വന്നു. ട്യൂഷൻ എടുക്കും മുമ്പ് നിന്റെ ഭാവിയെ കുറിച്ചൊന്ന് അറിയണം. പിന്നെ അത് മസ്റ്റാ. പറ, നീ ഭാവിയിൽ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? കല്യാണം. കല്യാണോ? അതല്ലടാ, നീ ഭാവിയിൽ ആരാകാനാ ആഗ്രഹിക്കുന്നതെന്ന്. കല്യാണ ചെക്കൻ. ഇവനീ വിചാരമുള്ളൂ തലതെറിച്ചവൻ. നോക്ക് മാഷേ, മാഷാണെന്ന് കരുതി എന്തും കേറി വിളിച്ചേക്കരുത്. മോൻ പേടിച്ചു പോയോ? മാഷ് ചുമ്മാ. അപ്പോ ഭാവിയിൽ ആരാകാൻ ആഗ്രഹം? ഞാൻ പറഞ്ഞില്ലേ, കല്യാണ ചെക്കൻ. മോനെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പെട്ടെന്ന് ചോദിക്കേ. നീ ഭാവിയിൽ എന്ത് നേടുമെന്നാ ചോദിച്ചത്? കല്യാണ പെണ്ണ്. ദേ നോക്കിയേ, നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണം ഉടനെ നടത്തണം. അതെന്തേ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അവക്ക് പ്രായം എത്രയായെന്നാ? നീ ഇങ്ങനെ ധൃതി കൂട്ടിയാലോ? യോജിച്ചൊരു ചെക്കനെ കിട്ടണ്ടേ? യോജിച്ച ചെറുക്കൻ. എന്നിട്ട് ഞാൻ അവളുടെ അത്രയായിരുന്നപ്പോ എന്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് യോജിച്ചൊരു ചെക്കന് വേണ്ടി കാത്തിരുന്നില്ലല്ലോ. അത് ശരി, അതിനർത്ഥം ഞാനൊരു കിഴങ്ങനാണെന്നല്ലേ? അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. എനിക്കൊരു കാര്യത്തിലേ സങ്കടമുള്ളൂ. ഏത് നശിച്ച നേരത്താണ് നിന്നെ ഞാൻ പെണ്ണ് കാണാൻ വന്നത്? എന്റെ കഷ്ടകാലത്തിന്. അതേടി, എന്റെ ജീവിതത്തില് എനിക്കൊരു തെറ്റേ പറ്റിയിട്ടുള്ളൂ. അതേത് തെറ്റാ? അതാണ് എന്റെ മുമ്പില് ഈ മഞ്ഞസാരി ഉടുത്തിരിക്കുന്ന സ്ത്രീ, നിന്റെ അമ്മ. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു. അതെന്താടാ? ഭാവിയിൽ എന്തായാലും അച്ഛൻ എനിക്ക് പെണ്ണന്വേഷിക്കണ്ട. അയ്യോ, അതെന്താ മോനെ? സ്വന്തം കാര്യത്തിൽ തെറ്റുപറ്റിയ അച്ഛന് എന്റെ കാര്യത്തിലും തെറ്റു വരാതിരിക്കോ? അല്ല ടിൻഡു, ഇന്ന് വൈകിട്ട് എന്താ പരിപാടി? നീ എന്താ ലാലേട്ടന് പഠിക്കുകയാണോ? അത് വിട്, നീ അവള് ചോദിച്ചതിന് ഉത്തരം പറ. അല്ല, വൈകിട്ട് എന്താ പരിപാടിന്ന് എന്തിനാ ചോദിച്ചേ? അത് പറ. ഞാനും എന്റെ കസിൻസും കൂടി സെക്കൻഡ് ഷോന് പോകുന്നു. അമർ, അക്ബർ, അന്തോണി ഇവന്മാരെല്ലാം കസിൻസ് ആണോ? മണ്ടൻ. എടാ, അതൊരു പടമാ. ചെലവൊക്കെ എന്റെ വകയാ. എടാ, പടം കഴിഞ്ഞിട്ട് ഫുഡും ഉണ്ട്, അതും ഇവളുടെ വക. അതും റഹ്മത്ത് ഹോട്ടലിലെ ബീഫ് ബിരിയാണി എല്ലാവർക്കും. ബീഫോ? എന്ത് ബീഫ് എന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്താ ഇത്ര ദേഷ്യം? ഇത് കേരളമാ. ബീഫ് കഴിച്ചവന്മാരെ ഞാൻ തല്ലിയിട്ടുണ്ട്, ഇനിയും തല്ലും. എടാ, നീയും തീവ്രവാദിയായോ? ബീഫിന്റെ കാര്യത്തിൽ ഞാൻ തീവ്രവാദിയാകും. എനിക്ക് പേടിയായിട്ട് വയ്യ. ബീഫ് എന്ന കാര്യം ഇനിയും പറഞ്ഞാ ഞാൻ സഹിക്കില്ല. നിനക്ക് എന്തു പറ്റിയടാ? ആരെയൊക്കെയാ നീ തല്ലിയത്? മാമന്റെ മോൻ ജിമ്മിയെ, കസിൻ ലില്ലിയെ, എന്റെ ക്ലാസ്സിലെ ചിഞ്ചുവിനെ. നീ എന്തിനാ തല്ലിയത്? അത് പറ. അവരൊക്കെ ഞാൻ ബീഫ് തിന്നുമ്പോ എന്റെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരിയവരായിരുന്നു. ബീഫിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും.